everyone, welcome to my channel. So guys, ഇന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തത് എൻ്റെ ടൈറ്റിൽ കണ്ടിട്ടല്ലേ? Yes, ടൈറ്റിൽ പറയുന്ന പോലെ I'm going to give you some ideas and tips to improve your English. പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. English is a universal language and it's a language of professional communication. നമ്മുടെ വേൾഡിൽ മില്യൺ കണക്കിന് ആൾക്കാർ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അതുപോലെ ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മിക്ക ജോലികൾക്കും ഭയങ്കര ആവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇംഗ്ലീഷ് അറിയുക എന്നത്. സോ എന്തുകൊണ്ടും ഇംഗ്ലീഷ് അറിയുക, ഇംഗ്ലീഷ് പഠിക്കുക എന്നതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കൺട്രി വിട്ടിട്ട് വേറെ കൺട്രിയിലോട്ട് പോയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളം വിട്ടിട്ട് വേറെ സ്റ്റേറ്റിലോട്ട് പോയെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ വല്ല ജോലിക്കോ അല്ലെങ്കിൽ ഇപ്പം ടൂറ് പോയി അങ്ങ് വിചാരിക്കും. അപ്പൊ നമ്മളിപ്പോ അവിടെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിലോ ഒക്കെ നമുക്ക് അവിടുത്തെ പീപ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ നമ്മുടെ ലാംഗ്വേജ് അവരുടെ അടുത്ത് ഇങ്ങനെ ഇപ്പം വഴി അറിയില്ല, വഴി ചോദിക്കാം. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. അതുപോലെ അവർ തിരിച്ച് നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും മനസ്സിലാവും അവരുടെ ലാംഗ്വേജിൽ പറഞ്ഞാൽ? ഇല്ല. അവിടെ ഒരു ബാരിയർ ആണ് ഉണ്ടാകുന്നത്, ഒരു തടസ്സം, ഒരു ലാംഗ്വേജ് ബാരിയർ ആണ് അവിടെ ഉണ്ടാകുന്നത്. ആ ഒരു ബാരിയറിനെ ഓവർകം ചെയ്യണമെങ്കിൽ രണ്ടു പേർക്കും അറിയാവുന്ന ഒരു ലാംഗ്വേജ് അവിടെ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ വേൾഡിൽ മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. മിക്ക ആൾക്കാർക്ക് നന്നായിട്ട് അറിയാവുന്നല്ല, കുറച്ചെങ്കിലും അറിയാവുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. സോ നമുക്ക് അവിടെ ഇംഗ്ലീഷിനെ യൂസ് ചെയ്യാം. ഇംഗ്ലീഷ് ഒരു ഗ്ലോബലി റെക്കഗ്നൈസ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. സോ മിക്കവർക്കും അതറിയാം. സോ ഇംഗ്ലീഷ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ അവിടുത്തെ ബാരിയറിനെ നമുക്ക് ഒഴിവാക്കാം. മിക്ക ആൾക്കാരും ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് അറിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് മെയിനായിട്ട് അവരുടെ ജോലിപരമായിട്ടുള്ള ആവശ്യത്തിനാണ്. ഇംഗ്ലീഷ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്. മെയിനായിട്ട് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പരമായിട്ടോ എല്ലാത്തിലും എടുക്കുമ്പോൾ ഇംഗ്ലീഷ് നമുക്ക് അറിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടും. So anyways, learning English is very important in this developing nation. So നമുക്കിനി ടിപ്സ് ആൻഡ് ഐഡിയാസിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, സ്റ്റോപ്പ് ഡൗട്ടിങ് യുവർ സെൽഫ്. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ സംശയിക്കാൻ പാടില്ല. ഓക്കെ, മിക്ക ആളുകളും ഇങ്ങനെ ആദ്യം തന്നെ പറയാം, അയ്യോ ഇംഗ്ലീഷ് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പാടാ, അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഡൗട്ട് അടിക്കും. പ്ലീസ് ഗൈസ്, അങ്ങനെ നിങ്ങൾ ഡൗട്ട് അടിക്കാനേ പാടില്ല. നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ആദ്യം തന്നെ എടുത്ത് മാറ്റേണ്ടത്. നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി നോക്കും, അപ്പം നിങ്ങൾക്ക് ആ ചേഞ്ച് അറിയാൻ പറ്റും. നിങ്ങൾ നിങ്ങളോട് തന്നെ പറ, നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, നിങ്ങളുടെ ഗോളായിട്ടുള്ള ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വേൾഡിൽ എത്ര ആൾക്കാരാണ് ഇംഗ്ലീഷ് നല്ല അടിപൊളിയായിട്ട് ഫ്ലുവൻ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് അല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് അവരുടെ മദർ ടങ് അല്ലാത്ത ആൾക്കാർ എത്ര ആളുകളാണ് പറയുന്നത്. സോ അവരൊക്കെ പറയുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റില്ല? ജസ്റ്റ് നിങ്ങൾ അത് ചിന്തിച്ചു നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റും. സോ നിങ്ങൾ നിങ്ങളോട് തന്നെ പറ, എന്നെ കൊണ്ട് പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻറ്റ് കൂട്ടുക. ആൻഡ് നിങ്ങളെ കൊണ്ട് പറ്റും എന്നൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഗോളായിട്ടുള്ള, ഇപ്പോഴത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് പഠിച്ചെടുക്കുക, ആ ഒരു ഗോളിലേക്ക് എത്താനുള്ള ഡോറാണ് നിങ്ങൾ തുറക്കുന്നത്. ആൻഡ് നിങ്ങൾ എപ്പോഴും നല്ല ഡിറ്റർമൈൻഡ് ആയിട്ട് ഇരിക്കുക, നിങ്ങൾ അച്ചീവ് ചെയ്യും എന്ന ആ ഒരു വിശ്വാസത്തോടെ ഇരിക്കുക. ഇപ്പൊ നിങ്ങളുടെ മോട്ടിവേഷൻ ഇടയ്ക്ക് കാണാൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണാം. അപ്പൊ അതും ഒക്കത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, ഓക്കെ, എന്നിട്ട് ആ പേപ്പറിൽ ഇങ്ങനെ എഴുതാം, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്, ഞാൻ ലാംഗ്വേജ് പഠിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നുന്നത് അത് എഴുതിയിട്ട് നിങ്ങൾ അതുകൊണ്ട് വാളിലൊട്ടിച്ച് വെക്കുക. നിങ്ങൾ കാണുന്നിടത്ത് വേണം കേട്ടോ ഒട്ടിച്ച് വെക്കാൻ. ആൻഡ് ഒട്ടിച്ച് വെച്ചിട്ട് നിങ്ങൾ എന്നും ഇങ്ങനെ ആ വഴി പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ എണീറ്റ് നോക്കുമ്പോഴൊക്കെ അതിങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ വരും, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് അത് ചെയ്യണം, ഐ ക്യാൻ ഡു ഇറ്റ്, അങ്ങനെയൊക്കെ. സോ ഓൾവേസ് ബി മോട്ടിവേറ്റഡ് ഗൈസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്രിയേറ്റ് എ സിസ്റ്റം ഓർ ക്രിയേറ്റ് എ പ്ലാൻ. ഓക്കെ, നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് കാര്യം എടുത്താലും കറക്റ്റായിട്ടൊരു ടൈം സെലക്ട് ചെയ്യണം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കുന്നതിനായിട്ട് ഞാൻ ഇത്ര നേരം കൊടുക്കും എന്ന് തീരുമാനിക്കണം. എത്ര നേരം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പം എല്ലാ ദിവസവും ഒരു 30 minutes അല്ലെങ്കിൽ ഒരു 1 hour
അല്ലെങ്കിൽ ഒരു 2 hours അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്രയും ടൈം നിങ്ങൾ എന്നും ഇംഗ്ലീഷിന് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുന്നതിനായിട്ട് ഉപയോഗിക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കണം. പിന്നെ ആ ടൈമും കൂടി സെലക്ട് ചെയ്താൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം അതൊക്കെ അവരവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് 6 മണിക്ക് പഠിക്കാം, 6 മണി ടു 7 മണി, അല്ലെങ്കിൽ രാവിലെ 7 ടു 8, അല്ലെങ്കിൽ നൈറ്റ് പഠിക്കാം. അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ നിങ്ങൾ ടൈം സെലക്ട് ചെയ്ത് വെക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ടൈം സെലക്ട് ചെയ്ത് വെക്കുമ്പം എല്ലാ ദിവസവും ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ വരും, ഈ ടൈം ഞാൻ ഇംഗ്ലീഷ് പഠിക്കാനായിരുന്നല്ലോ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഒരു മൈൻഡിൽ തിങ്കിങ് വരും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നും അത് ചെയ്യും. അതിനൊക്കെ വേണ്ടിയാണ് ആ ഒരു ഐഡിയ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് യൂസ് യൂട്യൂബ് ആസ് എ സോഴ്സ് ടു ലേൺ ഇംഗ്ലീഷ്. ഗൈസ്, യൂട്യൂബിൽ ഒത്തിരി ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സസ് എടുക്കുന്ന ചാനൽസ് ഉണ്ട്. അത് നിങ്ങൾക്കറിയാം. കുറെ ആൾക്കാരൊക്കെ ചോദിക്കും, എവിടെ നിന്ന് നോക്കി പഠിക്കും, ആര് പഠിപ്പിക്കും, ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചാലല്ലേ പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാവും അങ്ങനെയൊക്കെ. ഗൈസ്, ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ ഒത്തിരി ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന യൂട്യൂബ് ചാനൽസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് സെർച്ച് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സോഴ്സ്. ഓക്കെ, എല്ലാവരുടെ കയ്യിലൊരു ഇന്റർനെറ്റ് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഫോൺ കാണുമല്ലോ, എല്ലാവരുടെ കയ്യിലും കാണും. അപ്പൊ ആ ഫോൺ എടുക്കുക, ജസ്റ്റ് അതിനകത്തൊന്ന് സെർച്ച് ചെയ്യുക, ആൻഡ് നിങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് പഠിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി യൂട്യൂബ് ഫ്രീ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതുപോലെ കുറെ പോഡ്കാസ്റ്റ്, ടെഡ് ടോക്സ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇംഗ്ലീഷ് നല്ലപോലെ ഫ്രീ ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയും. സോ അത്രേ ഉള്ളത്. ആൻഡ് അടുത്തത്, റീഡ് ഇംഗ്ലീഷ് ബുക്സ്. ഗൈസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് മാത്രമല്ല, ഏത് ലാംഗ്വേജ് പഠിച്ചാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ലാംഗ്വേജിലുള്ള ഒരു ബുക്ക് വായിക്കുക എന്നത്. ഏത് ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. സ്റ്റോറി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി ബുക്കോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോവലോ, അല്ലെങ്കിൽ വല്ല മോട്ടിവേഷണൽ പരമായിട്ടുള്ള എന്തെങ്കിലും ബുക്കോ, എന്തെങ്കിലും ആ ലാംഗ്വേജിൽ ഇരിക്കുന്ന ബുക്കോ, മാഗസീനോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വായിക്കണം കേട്ടോ. ഇപ്പൊ ബുക്ക് വായിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 2 പേജ് വെച്ചിട്ടെങ്കിലും വായിക്കണം കേട്ടോ. ആൻഡ് നിങ്ങളിപ്പം നിങ്ങളുടെ കയ്യിൽ ബുക്ക് വായിക്കാനായിട്ട് കയ്യിലില്ല എന്ന് വിചാരിച്ച് നിങ്ങളൊന്നും വിഷമിക്കണ്ട. നമ്മുടെ ഗൂഗിളിലും ഒക്കെ ഒത്തിരി ബുക്സിന്റെ PDF ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചാലും മതി. ഇപ്പൊ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കുമ്പം ചില ഇടത്തൊക്കെ കുറച്ച് ടഫായിട്ട് തോന്നും. വായിക്കുമ്പോൾ മനസ്സിലാകാതെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കരുത്. അതുപോലെ നിങ്ങൾ ഇട്ടിട്ട് പോകരുത്. നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചിട്ട് മനസ്സിലാകാത്ത ഭാഗം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഉടനെ ഡിക്ഷണറിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററോ എന്തെങ്കിലും എടുത്ത് അതിന്റെ മീനിങ് കണ്ടുപിടിച്ച് ആ സംഭവം മനസ്സിലാക്കി പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടഫായിട്ട് കുറച്ച് വേർഡ്സ് കാണുമല്ലോ, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ആൻഡ് എല്ലാ ദിവസവും നിങ്ങൾ വായിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്രിയേറ്റ് വൊക്കാബുലറി. ഗൈസ്, നിങ്ങൾ എല്ലാ ദിവസവും ഓരോ പുതിയ വാക്കുകൾ പഠിക്കണം കേട്ടോ. ഇംഗ്ലീഷിലുള്ള ഓരോ പുതിയ വാക്കുകൾ പഠിക്കണം. ഓരോ വാക്കെന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ. 2 പഠിക്കാം, 3, 4, 5, 10 വേർഡ്സ് വരെയെങ്കിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വേർഡ്സ് പഠിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു വേർഡെങ്കിലും ഓരോ ദിവസം വെച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഒരു ബുക്ക് എടുക്കുക, ഒരു ചെറിയ ബുക്ക് എടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് പേപ്പേഴ്സ് എടുത്ത് ഒരു ബുക്ക് ഉണ്ടാക്കിയാലും മതി. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്പർ 1 എന്ന് ഇട്ടിട്ട് നിങ്ങൾ ആ സെലക്ട് ചെയ്ത ആ ഒരു പുതിയ പഠിക്കാൻ എടുക്കുന്ന ആ വേർഡ് എഴുതുക. അതിൻ്റെ അകത്ത് ഹൈഫൺ ഇട്ട് അതിന്റെ മീനിങ് കൂടി എഴുതി വെക്കുക. എന്നിട്ട് ആ മീനിങ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ വേർഡ് പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ബുക്ക് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ടഫായിട്ടുള്ള വേർഡ്സ്, ആദ്യമായിട്ട് കാണുന്ന ടൈപ്പ് വേർഡ്സ്, ആ ഒരു വേർഡ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു വേർഡ് എടുത്ത് എഴുതുക. 2 എന്നൊക്കെ പറഞ്ഞ് നമ്പർ ഇട്ട് ആ വേർഡ് അങ്ങോട്ട് എടുത്ത് എഴുതുക, ഹൈഫൺ ഇടുക, അതിന്റെ മീനിങ് എഴുതി വെക്കുക. ആൻഡ് ആ മീനിങ് ഒക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഈ വേർഡ്സ് അങ്ങ് പഠിക്കാം. പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് എല്ലാ വീക്കിലും എൻഡ് ആകുമ്പോൾ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ബുക്ക്, വൊക്കാബുലറി ബുക്ക് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ എഴുതി വെച്ച വേർഡ്സ് എല്ലാം ഒന്ന് വായിച്ച് നോക്കാം, ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച്, നിങ്ങൾ ഒരാഴ്ച കൊണ്ട് ഇത്രയും വേർഡ്സ് ആണ് പഠിച്ചത്, പുതിയ വേർഡ്സ്. അതും നിങ്ങൾക്ക് അത്രയും വേർഡ്സ് നിങ്ങൾക്ക് കൂടിയില്ലേ? അതുപോലെ നിങ്ങൾ ഇങ്ങനെ കുറേ ദിവസം റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒത്തിരി വേർഡ്സ് പഠിക്കാൻ പറ്റും. ഓൾസോ നമുക്ക് പുതിയ പുതിയ വേർഡ്സ് ഒക്കെ പഠിക്കാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇംപ്രൂവ് ലിസ്ണിംഗ്. നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലിസ്ണിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നത്.
അപ്പം നമ്മളിപ്പം ഒരു ലാംഗ്വേജ് പഠിച്ചു. പക്ഷെ നമ്മൾ മറ്റുള്ളവരടുത്ത് ഇങ്ങനെ സംസാരിച്ചു. ഓക്കെ. അവരിപ്പോൾ തിരിച്ച് നമുക്ക് റിപ്ലൈ തരുമ്പോൾ നമുക്ക് ആ സംഭവം മനസ്സിലാവണമെങ്കിൽ മെയിനായിട്ട് ഫോറിൻ സ്പീക്കേഴ്സിന്റെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ട് അവർ തിരിച്ച് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് നല്ലൊരു ലിസ്ണിംഗ് സ്കില്ല് വേണം. സോ ലിസ്ണിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കുറേ ഐഡിയാസ് ഉണ്ട്. ഞാൻ കുറച്ച് പറഞ്ഞുതരാം. നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസ് കാണുക, ഇംഗ്ലീഷ് സീരീസ് കാണുക, ഇംഗ്ലീഷ് ഷോസ് ഒക്കെ കാണുക, ഇംഗ്ലീഷിലുള്ള പരിപാടിയൊക്കെ കാണാം കേട്ടോ. മെയിനായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് കേട്ട് മനസ്സിലാക്കാനാണ് കേട്ടോ. അതിൽ സബ് ടൈറ്റിലൊക്കെ കിട്ടും. പക്ഷെ സബ് ടൈറ്റിൽ ഇട്ട് കാണുന്നതിനേക്കാളും സബ് ടൈറ്റിൽ ഓഫ് ചെയ്തിട്ട് അത് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് സബ് ടൈറ്റിൽ ഇടാണ്ട് ഒട്ടും പറ്റുന്നില്ല എങ്കിൽ സബ് ടൈറ്റിൽ ഇടുക. പക്ഷെ ഫുൾ ടൈം ഇങ്ങനെ സബ് ടൈറ്റിൽ നോക്കിയിരിക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ നിങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രം ജസ്റ്റ് ഇങ്ങനെ സബ് ടൈറ്റിൽ ജസ്റ്റ് ആ വേർഡൊക്കെ മാത്രം ഇങ്ങനെ നോക്കി പോവാം. കൂടുതൽ ശരിക്കും സബ് ടൈറ്റിൽ ഇടാണ്ട് കണ്ടാലാണ് പെട്ടെന്ന് നമുക്ക് ലിസ്ണിംഗ് നമുക്ക് കൂട്ടാൻ പറ്റൂ. കേട്ട് മനസ്സിലാക്കാൻ കൂടുതൽ ശ്രമിക്കുക. ആദ്യമൊക്കെ നിങ്ങൾ സബ് ടൈറ്റിൽ ഇട്ട് കണ്ടോ, പക്ഷെ പിന്നെ നിങ്ങൾ പതിയെ സബ് ടൈറ്റിൽ ഓഫ് ചെയ്ത് തുടങ്ങണം. ഓക്കെ. ഇപ്പൊ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വായിക്കുന്ന ബുക്ക് ഉണ്ടല്ലോ, നിങ്ങൾ സെലക്ട് ചെയ്ത സ്റ്റോറി ബുക്കോ നോവലോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഓഡിയോ വേർഷൻ നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ അങ്ങനെ അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ആ ഓഡിയോ വേർഷൻ നിങ്ങൾ കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ സോങ് ഇങ്ങനെ എന്നും ഇടുക. എന്നിട്ട് നിങ്ങൾ ആ സോങ്ങിലെ വരികളൊക്കെ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കുക. അങ്ങനെ ഇങ്ങനെ ഒത്തിരി വഴികളുണ്ട്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. അങ്ങനെ ഫൈനലി നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്ണിംഗ് സ്കിൽസ് ഒക്കെ കൂട്ടിയെടുത്ത് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവുന്ന ഒരു ഇതിലേക്ക് എത്തും. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് സ്പീക്കിംഗ്. ഏതൊരു ലാംഗ്വേജ് പഠിച്ചാലും നമുക്ക് സംസാരിക്കാൻ അറിയണം. ആ ലാംഗ്വേജ് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അതുകൊണ്ട് എന്താ ഉപയോഗം? അതാ. സോ നമ്മൾ ഏത് ലാംഗ്വേജ് പഠിച്ചാലും ആ ഒരു ലാംഗ്വേജ് നമുക്ക് തിരിച്ച് സംസാരിക്കാൻ അറിയണം. ഓക്കെ. അപ്പം നമ്മൾ കുറെ ആൾക്കാരൊക്കെ പറയും അവർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, പിന്നെ ആൾക്കാരൊക്കെ സംസാരിച്ച് അവർക്കത് മനസ്സിലാവും, അതുപോലെ ഗ്രാമർ ഒക്കെ വളരെ നന്നായിട്ട് അറിയാം, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല ഇംഗ്ലീഷ്. അതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതാണ് അവിടുത്തെ പ്രോബ്ലം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? ഓക്കെ. പ്രാക്ടീസ് ചെയ്യാൻ ഒത്തിരി വഴികളുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയടുത്തും സഹോദരങ്ങളുടെ അടുത്തൊക്കെ പറയണം, നമുക്ക് എല്ലാ ദിവസവും കുറച്ച് നേരം ഇംഗ്ലീഷ് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫുൾ ഡേ ഇംഗ്ലീഷ് സംസാരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുക. അത് പറ്റത്തില്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കുക. എന്നിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. അപ്പൊ നമ്മുടെ രണ്ടുപേരും ഇംഗ്ലീഷൊക്കെ ഇമ്പ്രൂവ് ആവുമല്ലോ. എന്നിട്ട് നിങ്ങളിങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെയും ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് അതൊന്നും ഒക്കത്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇമാജിനറി ഫ്രണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചോ, അവരുടെ അടുത്ത് അങ്ങ് ഇംഗ്ലീഷിൽ സംസാരിക്കുക. അപ്പൊ അതും പറ്റില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെ മിറർ ഉണ്ടല്ലോ, മിററിന്റെ ഫ്രണ്ടിൽ ചെന്നങ്ങ് നിൽക്കുക. എന്നിട്ട് നിങ്ങൾ വിചാരിക്കാം മിററിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ റിഫ്ലക്ഷൻ ഇല്ലേ, അത് വേറെ ആരോ ആണെന്ന് വിചാരിക്കാം. എന്നിട്ടങ്ങ് നിങ്ങൾക്ക് പറ്റുന്ന ഇംഗ്ലീഷിൽ സംസാരിക്കാം. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യോ എനിക്ക് വലുതായിട്ട് അറിയത്തില്ലല്ലോ അങ്ങനെയൊക്കെ. നിങ്ങൾ അതൊന്നും ഓർക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് അങ്ങ് സംസാരിക്കുക. തെറ്റുണ്ടായാലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. തെറ്റൊക്കെ എല്ലാവർക്കും വരും. സോ അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അങ്ങ് സംസാരിക്കാം. പിന്നെ കഴിച്ച് നിങ്ങളിപ്പോൾ വിചാരിക്കും എന്ത് കാര്യമാണ് സംസാരിക്കേണ്ടത്, സംസാരിക്കാനാണോ കാര്യമില്ലാത്തത്? എന്തോരം കാര്യങ്ങളുണ്ടെന്നറിയോ? ഇപ്പൊ ഞാൻ കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സംസാരിക്കാം. നാളെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് സംസാരിക്കാം. പിന്നെ ഇന്ന് എന്തൊക്കെ ഫുഡ് കഴിച്ചു എന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ആ ഐറ്റം ഉണ്ടാക്കുന്ന സംഭവം ഇംഗ്ലീഷിൽ സംസാരിക്കുക. പിന്നെ വേറെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പീച്ചൊക്കെ കാണാം കേട്ടോ. യൂട്യൂബിലൊക്കെ കുറേ ഉണ്ട് സ്പീച്ച്, പോഡ്കാസ്റ്റ്, ടെഡ് ടോക്സ് ഒക്കെ കുറേ ഉണ്ട്. ഇങ്ങനെ സ്പീച്ച് ഏതെങ്കിലുമൊക്കെ എടുത്തുനിന്ന് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുമല്ലോ അതിൽ. അപ്പൊ ആ മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും ഇരിപ്പുണ്ടെന്നുള്ള രീതിയിൽ ചിന്തിക്കാം. എന്നിട്ട് അവർക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതി ഇംഗ്ലീഷിൽ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എന്നും ചെയ്യുന്നതോടെ ലാസ്റ്റ് ഫൈനലി നിങ്ങളുടെ ഇംഗ്ലീഷ് എന്നും ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരും. ഫൈനലി നിങ്ങൾ നന്നായിട്ട് സംസാരിക്കും കേട്ടോ. ഈ സംസാരിച്ച് പഠിക്കാൻ വേറെ കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മള് കുറച്ച് മുമ്പ് പറഞ്ഞ ഐഡിയ ഒക്കെ അങ്ങോട്ട് മാത്രം സംസാരിക്കുക, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല.
അപ്പൊ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങളുടെയൊക്കെ ഫോണിൽ വാട്സപ്പ് ഉണ്ടാവുമല്ലോ. വാട്സപ്പിൽ ഒരു മെറ്റ എ എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ? ഓക്കെ, മെറ്റ എയോട് സംസാരിച്ചാൽ മതി. അത് ഫ്രീ അല്ലേ? നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ലെറ്റ്സ് ടോക്ക് എന്ന് പറഞ്ഞ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വോയിസ് ആയിട്ട് സെൻഡ് ചെയ്യുന്ന ഓപ്ഷനും ഉണ്ട്, ടൈപ്പ് ചെയ്തിടുന്ന ഓപ്ഷനും ഉണ്ട്. സോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അതിൽ കൂടെ സംസാരിക്കും. മെയിനായിട്ട് വോയിസ് ഇടുക. വോയിസ് ഇടുമ്പോഴേ നമ്മൾ സംസാരിച്ച് പഠിക്കത്തുള്ളൂ. ഓക്കെ, വോയിസ് ഇടുക. വോയിസ് ഇടുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചൊരു റിപ്ലൈ കിട്ടും. അതിൽ ടെക്സ്റ്റ് ആയിട്ടാ കിട്ടുന്നതെന്ന് തോന്നുന്നു. ടെക്സ്റ്റ് ആയിട്ടാ കിട്ടുന്നത്. അപ്പൊ കിട്ടുന്നത് നിങ്ങൾ കുറച്ച് ഉറക്കെ വായിക്കുക. ഉറക്കെ മീൻസ് അത്ര ഉറക്കെയല്ല, നിങ്ങളുടെ മൈൻഡിൽ വായിക്കല്ല, അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞ് വായിക്കുക. അപ്പൊ അങ്ങനെ വായിച്ചിട്ട് വീണ്ടും അതിന് റിപ്ലൈ കൊടുക്കുക. തിരിച്ചിങ്ങോട്ട് കിട്ടും, അങ്ങോട്ട് റിപ്ലൈ കൊടുക്കുക. പിന്നെ ഇപ്പൊ അതല്ലെങ്കിൽ ഞാൻ പറയാം, ChatGPT ഇല്ലേ, അതും നമുക്ക് യൂസ് ചെയ്യാം. അതിലും ഇതുപോലെ വോയിസ് ഓപ്ഷൻ ഉണ്ട്, തിരിച്ച് വോയിസിനും കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെയും ട്രൈ ചെയ്യാമെങ്കിൽ കുറേ വേസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേ ആണോ അതിലൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് ട്രൈ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇത് ഭയങ്കര നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷ് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലുവൻസി കൂടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പീഡിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് ഇംഗ്ലീഷ് ചിന്തിച്ചു തുടങ്ങുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മദർ ടങ് ആയിട്ടുള്ള മലയാളത്തിലാണല്ലോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്നിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അതിന് പകരം നിങ്ങൾ ഇംഗ്ലീഷ് ചിന്തിക്കുക, എന്നിട്ട് സംസാരിക്കാം. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മൾ പെട്ടെന്നൊരു ബേർഡിനെ കണ്ടെന്ന് വിചാരിച്ചു ആകാശത്തെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കും, അതൊരു കിളിയല്ലേ, അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കും. അതിന് പകരം നിങ്ങൾ അത് ഇംഗ്ലീഷിൽ ചിന്തിക്കുക. നമ്മളിങ്ങനെ ചിന്തിക്കണം, ഇറ്റ്സ് എ ബേർഡ്, ഇറ്റ്സ് എ ബേർഡ്, അങ്ങനെ ചിന്തിക്കുക. അല്ലെങ്കിൽ ആ ബേർഡിന്റെ പേര് ചിന്തിക്കുക. ഇപ്പം പാരറ്റ് ആണെങ്കിൽ, ഇപ്പൊ ഒരു തത്തമ്മയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, പാരറ്റ് എന്ന് ചിന്തിക്കാം. മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിൽ ചിന്തിക്കുക. ആൻഡ് അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ പെട്ടെന്ന് ഇംഗ്ലീഷിലോട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ആവും. ആൻഡ് ഇതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആട്ടോ. ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ ഐഡിയാസ് ആൻഡ് ടിപ്സ്. ആൻഡ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഈ ഐഡിയാസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയാട്ടോ. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. സോ ബൈ.